ഭൂമിയിൽ ഈ പട്ടികൾക്ക് മാത്രമേ നമ്മളെ കാണാൻ കഴിയും. അത് വല്ലാതെ കുറയ്ക്കുന്നില്ല. കുറച്ചോട്ടെ, അത് നിനക്കെന്താ? കൂട്ടുകാരല്ലേ? ഭൂമിയിലുള്ള ഓരോ ജീവിക്കും അതിൻ്റെതായ ധർമ്മമുണ്ട്. പട്ടിയുടെ ധർമ്മം കുറയ്ക്കുക എന്നുള്ളതാണ്. നീ ഇവിടെ നിൽക്കും, ഞാൻ അകത്ത് പോയി പപ്പനാവനെ ഒന്ന് കണ്ടിട്ട് വരാം. ഹലോ, ഇത് കൊള്ളാമല്ലോ. ഏത് പോലീസുകാരൻ കൊടുത്താലും കിട്ടും 100 രൂപ. ഇതൊന്നേ അവസ്ഥ അറിയാതെ വെറുതെ കുറച്ച് തൊണ്ട പൊട്ടിക്കല കേട്ടാ. എന്തിനാ വെറുതെ അവരാവശ്യമില്ലാതെ കുറയ്ക്കണേ? എന്തിനാ അത്? അയ്യോ, എന്റെ അമ്മാവൻ ചത്തേ. ഞാൻ ആദ്യം പോട്ടെ, എന്റെ മാവനാ. ഇതാണ് പപ്പനാവൻ എന്ന പപ്പൻ. ഇതിനെയാണോ ശരിക്കും നോക്ക്. അയാൾക്ക് വാദം ഉണ്ടെന്നല്ലേ പറഞ്ഞു? ആള് തന്നെയാ. വാദവും പിത്തമൊക്കെ ശരീരത്തിലേ ഉള്ളൂ, ആത്മാവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊക്കെ ആരാ? ഞാൻ കാലനാ. അല്ല, ആത്മാവ് ബോധം കെട്ട് വീഴോ? ഇതൊക്കെ ഇവന്റെ അടവല്ലേ. നീ അകത്തേക്ക് അല്ലേ, ഇവന്റെ ശരീരമാക്കി വെച്ചിട്ടുണ്ട്. ചെന്ന് കയറിക്കോ, താമസിക്കണ്ട. ഇടാ, പേടിക്കാനൊന്നുമില്ലടാ. എന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശരീരത്തിലേക്ക് ഇടിച്ചങ്ങ് കയറിച്ചാൽ മതി. ചെല്ല്. പിന്നെ ഒരു കാര്യം, ഇനിയുള്ളതിന്റെ 7 ദിവസം ഇവിടെ കഴിഞ്ഞോണം. ചുമ്മാ എന്നെ ശല്യപ്പെടുത്തരുത്. ഞങ്ങളെ വിട്ടേച്ച് പോയല്ലോ. മര്യാദ കിടന്ന് ഉറങ്ങിക്കൂ. 2 ദിവസത്തെ ഉറക്കക്ഷീണമുണ്ട് മുഖത്ത്. അപ്പുറത്തേക്ക് എന്നാലേ മരിപ്പറിയിക്കാനെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടന്ന് ഓടേണ്ടി വരും. ഞാനിവിടെ കിടന്ന സംഗതി ആ കുഴ മണി. ഒറ്റെണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളൂല. അവര് കുറെ കുഴയ്ക്കും. ഈ അമ്മണിയുടെ കണ്ണ് വെട്ടിച്ചിട്ട് ഓരോരുത്തർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല. നിങ്ങൾ ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കൂ. ആരെങ്കിലും ചോദിച്ചാലേ ഞാനിവിടെ ദുഃഖം കൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞാൽ മതി. അത് പിന്നെ പറയാനുണ്ടോ? നാളെ 10 മണിക്ക് മുമ്പ് ഈ ചടങ്ങൊക്കെ ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ നമുക്ക് സ്ഥലം വിടായിരുന്നു. എത്ര ദിവസമായി കുട്ടികൾ പള്ളിക്കൂടത്തിൽ പോയിട്ട്? അങ്ങനെ ഇപ്പൊ പോകണ്ട. 4 കാശ് കിട്ടണായിരുന്നു എന്റെ അമ്മയുടെ ഒരു സ്കൂളിൽ പോക്ക്.
അയ്യോ ദുഃഖം ശിരസിൽ അടിച്ചായിരിക്കും. കുറച്ച് കാറ്റ് കൊണ്ട് എല്ലാം ശരിയാവും. നോക്കട്ടെ. ചേച്ചി ചേച്ചി ചേച്ചിക്ക് എന്ത് പറ്റി? കണ്ണു തുറക്കി ചേച്ചി. ചേച്ചി അവളെ എന്നെ കണ്ടൊന്ന് പേടിച്ചതാ. എന്തായി? എന്ത് പറ്റി? അയ്യോ അയ്യോ എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി? എന്ത് പറ്റി? പേടിക്കാനൊന്നുമില്ല ഏട്ടാ, ഒരു ബോധക്ഷേമാ. അളിയന്റെ നോട്ടം കണ്ട ഞങ്ങളെ ഏതാണ്ട് ചെയ്തിട്ടാണ് തോന്നുമല്ലോ. നിങ്ങളൊക്കെ എന്തും ചെയ്യാൻ മടിയില്ലാത്തതെന്ന് എനിക്കറിയാവടാ. അയ്യോ ഞങ്ങളൊന്നും ചെയ്തല്ല. മിണ്ടിപ്പോന്ന് കൊല്ലും ഞാൻ, കൊന്നുകളെ ഞാൻ. ഇവിടെ എന്താ നടന്ന അറിയാൻ അറിയാത്തോണ്ടാ. എനിക്കറിയണം. മാത്രമല്ല ഞാൻ ആരാന്ന് ഇവരൊക്കെ അറിയിക്കാൻ വേണം. എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് പറയടാ. പറയില്ലല്ലേ? അറിയണമെങ്കിൽ അങ്ങോട്ടല്ലേ? എങ്ങോട്ട്? അങ്ങോട്ട്. ഞാൻ അങ്ങോട്ട് മാത്രമല്ല എങ്ങോട്ട് ചെല്ലും ഞാൻ, അറിയാവോ? എന്നാലും പറയില്ല എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന്. എനിക്കറിയാം. എന്റെ അമ്മ എന്ത് ചെയ്തോന്ന് എനിക്കറിയാം, അറിയാവോ? ഒരൊക്കെ ഞാൻ വെറുതെ വിടില്ല. എന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. എന്റെ അമ്മേ Bastard. വൈകിയാണ് അറിഞ്ഞത്. ഞാനല്പം താമസിച്ചു പോയി. എവിടെയാണാവോ പരേതന്റെ മൃതദേഹം? അങ്ങോട്ട് എന്നാ മതി. ഞാനിവിടുത്തെ MLA. അത് ഈ വേഷം കണ്ടപ്പോ തന്നെ മനസ്സിലായി. എതിർ കക്ഷിക്കാരാണെന്ന് തോന്നുന്നു. ഇവനെ നോട്ട് ചെയ്തേക്കൂ. ഇപ്പോഴൊന്നും വേണ്ട, മരണം ഇവിടെ അല്ലേ. സംയമനമാണ് ഇവിടെ നല്ലത്. വരൂ. താനെന്താ ഒരു ഘോഷയാത്രയായിട്ട് ഇങ്ങോട്ട്? അയ്യോ, ഇത് ഘോഷയാത്ര ഒന്നുമല്ല. എല്ലാം നമ്മുടെ കുട്ടികളാണ്. നമ്മുടെ കുട്ടികളോ? തന്റെ കുട്ടികളായിരിക്കും. പപ്പൻ ചേട്ടൻ അറിയാമല്ലോ, ഒരു MLA എന്ന് പറയുമ്പോ അയാൾക്ക് ആ നിയോജക മണ്ഡലത്തിലുള്ള എല്ലാ വീടുകളുമായി ബന്ധം കാണും. ഇതെന്തായത്? ഇത് നമ്മുടെ പാർട്ടിയുടെ വക ഒരു സന്തോഷം. നമ്മുടെ പാർട്ടിയോ? പപ്പൻ ചേട്ടൻ എന്റെ പാർട്ടിക്കാരാണല്ലോ. ഞാൻ പഴയ പപ്പനല്ല. പഴയതായാലും പുതിയതായാലും ഞങ്ങൾക്ക് പപ്പൻ ചേട്ടനെ മറക്കാനാവില്ല. നിങ്ങൾ വന്ന കാര്യം പറയണം. ഒരു ഫോട്ടോ എടുക്കുന്നതിൽ വിരോധമില്ലല്ലോ. എന്ത് വിരോധം? ഫോട്ടോ. പപ്പച്ചേട്ടന് ഒന്നും തോന്നരുത്. നാളെയും മറ്റന്നാളും എനിക്ക് തീരെ സമയമില്ല. അതുകൊണ്ടാണ് ഇത് ഇന്ന് തന്നെ ആക്കിയത്. ഒരു നിമിഷം കണ്ണടച്ചു, പ്ലീസ് പ്ലീസ്. അടുത്തോളൂ. എടുക്കണ്ടേ? അപ്പോഴേ ഇങ്ങോട്ട് വാ. പോവുകയാണെങ്കിൽ കുന്തം കൊണ്ട് പോ. എടുത്തോളൂ. എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കൂ. കളയണ്ട, ഇനിയും ഉപയോഗിക്കാം.